ഹലോ, ഇന്ന് ഞങ്ങളെ 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഒരു 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് വേഗം തന്നെ കുളിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് പിന്നെ ഉച്ചയാവും കുളിയൊക്കെ കഴിയണമെങ്കിൽ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഏട്ടനുണ്ടാവില്ല. ഏട്ടനൊരു വേളിക്ക് പോയി. അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാനൊന്നും എന്തായാലും പറ്റിയില്ല. കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ മോളിന്ന് കളരിക്ക് പോകാനുണ്ട്. അപ്പോൾ അവനെ വേഗം എണീപ്പിച്ച് പല്ലേപ്പിച്ച് കളരിക്ക് വിട്ട് അത് കഴിയുമ്പോഴേക്കും മോളെണ്ണെന്ന് അവൾക്ക് പാലൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ആ സമയത്തൊക്കെ ഏട്ടൻ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഏട്ടൻ അവിടെ പോയിട്ട് സദ്യ കഴിക്കുമെങ്കിലും ഇവിടെ ഞാനും മോനും ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് കഴിക്കണ്ടേ. അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും നടക്കാനുണ്ടാവില്ല. മോള് ചിലപ്പം പകലിങ്ങനെ അധികം ഉറങ്ങുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി ഞാൻ അടുക്കളയിൽ തുടങ്ങി വെച്ചാൽ അത് മുഴുവനാക്കാൻ പറ്റലുണ്ടാവില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും കഴിക്കുക. അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഏട്ടന് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഏട്ടൻ തന്നെ രാവിലത്തെ ഉച്ചത്തെയും പരിപാടിയൊക്കെ ഭക്ഷണ പരിപാടിയൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് വെളിക്ക് പോയത്. നേരത്തെ പോകാനൊന്നും പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഭക്ഷണമൊക്കെ ആക്കി വയ്ക്കലും മോളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പോയേ. അതുകൊണ്ട് ഇപ്പം പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏട്ടനെ പോകാൻ വേണ്ടി യാത്രയാക്കാൻ വേണ്ടി കോലായിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം മോളെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കുറേ കാലമായിട്ട് ഒരു 4-5 വർഷം മുന്നേ മുതലേ ഞാൻ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഓരോന്നിലും ഓരോ ടൈപ്പായിട്ടാണ് കണ്ടത്. അപ്പം പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏകദേശം ചെറിയ രീതിയിലൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ സെറ്റ് ഒന്നിച്ച് കിട്ടുമല്ലോ, പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൂടി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനമൊക്കെ ഒന്നിച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ രീതിയിൽ അല്ലാണ്ട് തന്നെ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, കുക്കറിലൊക്കെ വെക്കാമല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഫുള്ള് സക്സസ് ആയിട്ടില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും റെഡിയായി ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. അഥവാ ഒട്ടും റെഡി ആയില്ല, എനിക്കത് സെറ്റ് ആവുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ അത് ഓർഡർ ചെയ്തത് വെറുതെ ആയി പോകില്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് വലിയ തരക്കേടില്ലാണ്ടൊക്കെ സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നമുക്കിനി ഓർഡർ ചെയ്തിട്ട് മര്യാദയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു. കാരണം ഓവനില്ല, ബീറ്ററില്ല, പിന്നെന്താ ഒന്നുമില്ല, കേക്ക് ഉണ്ടാക്കേണ്ടതായുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഏട്ടനെ കൊണ്ട് വിപ്പിംഗ് ക്രീം കൈ കൊണ്ട് ബീറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ വിസ്കർ എന്നാന്ന് തോന്നുന്നു പറയുക, ഹാൻഡ് വിസ്കറാന്ന് തോന്നുന്നു. ആ സാധനം ഇന്നലെ വാങ്ങിപ്പിച്ചു. അതുപോലെ വിപ്പിംഗ് ക്രീമും വാങ്ങിപ്പിച്ചു. പിന്നെ വാനില എസൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഐറ്റംസും. പിന്നെ മറ്റേ ബീറ്റർ ഐറ്റം വാങ്ങാൻ നോക്കി നമ്മളെ ഇലക്ട്രിക്. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇത് റെഡി ആവുന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല. അതല്ലാണ്ട് ചെറുതേ രീതിയിലൊന്ന് ഉണ്ടാക്കി ശ്രമിച്ചു നോക്കി. പക്ഷെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ നമ്മളെ സംഭവം എന്താ പറയുക, സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ക്രീം ഉണ്ടാക്കാനുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ തീർക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മോളെടുത്ത് പോവലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് സംശയമായിട്ട് തീരുന്നുമില്ല. ഓരോന്നിൻ്റെ അളവൊക്കെ മെഷർമെൻറ്റ് കപ്സൊക്കെ ആയിട്ട് വാങ്ങാനൊക്കെ ഓൺലൈനായിട്ട് ഒന്നിച്ച് കിട്ടുമല്ലോ, വാങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്ന ഈ ഔൺസ് ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതിലൊക്കെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ അളന്നിട്ടാണ് സംഭവം ഉണ്ടാക്കിയത്. കംപ്ലീറ്റ് റെഡി ആയിരിക്കാൻ കുറച്ചും റെഡി ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വലിയൊരു കുറ്റബോധം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എനിക്ക് കുറ്റബോധമാവും. ഇതെല്ലാം വാങ്ങിപ്പിച്ചിട്ട് എനിക്ക് നേരെയാക്കാൻ ശരിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇന്നലെ നമ്മൾ സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹാൻഡ് വിസ്കർ കൊണ്ട് ഞാൻ നമ്മളെ ക്രീം കുറേ പ്രാവശ്യം ഞാൻ ചെയ്യാൻ നോക്കി കൈ കൊണ്ട് തന്നെ. അപ്പോൾ നോക്കുമ്പോൾ അത് അത്രയ്ക്ക് റെഡി ആവുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ പിന്നെ മിക്സീൻ്റെ ജാറും പിന്നെ ഈ വിസ്കറും കൂടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു പരീക്ഷണമാണ്. ഇന്നലെ ഞാനത് കൈ കൊണ്ടാക്കിയിട്ടൊന്നും റെഡി ആവുന്നില്ല, ക്രീം സെറ്റ് ആവുന്നില്ല, ശരിയായി വരുന്നില്ല. അപ്പം ഇനി ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ജാറും വിസ്കറൊക്കെ ഫ്രീസറിൽ വെച്ചു. ഇനി അടുത്ത പരിപാടി ആ ജാറിൽ ഇന്നലെ പകുതി കൈ കൊണ്ടാക്കി റെഡിയാവാത്ത സാധനമില്ലേ, ക്രീമില്ലേ, അത് ജാറിലിട്ടിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് നോക്കട്ടെ അത് ക്രീമായി വരുന്നുണ്ടോയെന്ന്. കുറേ വീഡിയോ കണ്ടു വിസ്കർ കൊണ്ടാവില്ല, ബീറ്റർ സാധനം കയ്യിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ
ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടിരുന്നു. അത് എത്രത്തോളം റെഡിയാവും എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷിച്ച് നോക്കാം. വിസ്കർ കൊണ്ട് എന്തായാലും കാര്യം നടക്കുന്നില്ല, എന്നെക്കൊണ്ട് ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പകുതി പണി കഴിയുകയും ചെയ്തു. സ്പഞ്ചായി കഴിയും, ക്രീമിൻ്റെ പരിപാടിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ എത്തിയ പിന്നെ ആദ്യം മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയാലേ ബാക്കി പണിയെടുക്കാൻ നടക്കുള്ളൂ. പൊട്ട് തൊടാനോ കമ്മലിടാനോ ഒന്നും നിന്നില്ല. അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മൾ വേസ്റ്റായി പോകും. മോൾ എണീക്കുന്നതിന് മുന്നേ പരിപാടിയൊക്കെ കഴിയണം. അതുകൊണ്ട് മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ രണ്ടിലൊരു കാര്യം, ഒന്നിൽ ശരിയാവും, ഇല്ലെങ്കിൽ അത് വലിച്ചാടും. ഇതിലേതെങ്കിലും ഒരു തീരുമാനമായിട്ട് കണ്ണെഴുതലോ പൊട്ടുകൊടലോ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുടിയൊക്കെ ഉരുട്ടി കെട്ടി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ പോയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ്, ജാറ്, ക്രീം എന്തായിരുന്നു പറയാം, വിപ്പിംഗ് ക്രീം, ജാറ്, ഇതൊക്കെ പുറത്തെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെക്കാം. ഇന്നലെ കുറേ സമയം ഞാൻ ഈ സാധനം കൊണ്ട് ഇങ്ങനെ ആക്കി മടുത്ത് നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങിയതാ. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷണം നോക്കാം, ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് അറിയാലോ. 9:30-ക്കാണ് ഞാൻ ഇൻട്രോ പറഞ്ഞത്. ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞ് നേരെ അടുക്കളയിലെത്തി. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ജാറും വിപ്പിംഗ് ക്രീമൊക്കെ പുറത്തെടുത്തപ്പോഴേക്കും കോളിമ്പലടിച്ചു. കളരിക്ക് പോയ മോൻ തിരിച്ചു വന്നതായിരിക്കും കരുതി ഞാൻ പോയി വാതിൽ തുറന്നപ്പം വേറെ ഒരു ഏച്ചിയായിരുന്നു. അപ്പോൾ അവർ വന്ന് പിന്നെ ഉറക്ക വർത്താനമൊക്കെ പറഞ്ഞ് അവർ പിന്നെ പോയി. പക്ഷെ അവരെ വർത്താനം കേട്ടിട്ട് നമ്മളെ ചെറിയ ആൾ ഉണർന്നു. പിന്നെ അവൾ ഉറങ്ങിയത് 12 മണിക്കാണ്. ഇപ്പം 12 മണിയായി സമയം. അതുകൊണ്ട് രാവിലെ കേക്കിൻ്റെ പരിപാടി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉച്ചയായ സമയം. ഇപ്പം അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അവൾ ഇനി എണീക്കുമോ എന്താ സ്ഥിതി എന്നറിയില്ല. രാവിലെ നേരത്തെ ഉണർന്നതാണ്. 9:30-ക്ക് ഞാൻ ഇൻട്രോ പറഞ്ഞ അടുക്കളയിൽ വന്ന് ഏകദേശം ഒരു 9:45 ആയപ്പോഴേക്കാണ് അവർ വന്നത്. അവർ വർത്തമാനം കേട്ട് മോളോടുന്ന് അവൾക്ക് പാല് കൊടുത്ത് അത് കഴിഞ്ഞിങ്ങനെ അവർ കുറച്ചു നേരം കളിച്ചു. അവൾ കിടന്ന് കളിക്കുന്നതൊക്കെ നോക്കി അവളെ കളിപ്പിച്ചിരുന്ന് സമയം അങ്ങനെ പോയി. അങ്ങനെ അവൾക്ക് പാലൊക്കെ കൊടുത്തു കൊടുക്കുന്ന സമയത്താണ് മോൻ വന്നത്. മോൻ വന്നപ്പം അവനെ ചളിയിൽ കുളിച്ചിട്ടാണ് വരിക, കളരി കഴിഞ്ഞ് വരികയല്ലേ. അപ്പം അവനെ കുളിപ്പിച്ച് അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അതിന് പിന്നെ മോൾ ഉറക്കാൻ പോയി. അങ്ങനെ അവൾ ഉറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ 12 മണിയായി. ഇനി നമുക്ക് വീണ്ടും തുടങ്ങാം. ഫ്രിഡ്ജിൽ നിന്ന് ജാറും വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് മിക്സിയിൽ അടിച്ച് നോക്കാം ക്രീമായിട്ട് വരുമോ എന്ന്. ഇപ്പം ലൂസായിട്ടാണ് ഉള്ളത്, അതിന് കട്ടിയാവുമെന്നുള്ളത് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ മിക്സിയിൽ എൻ്റെ പരീക്ഷണം ഫ്ലോപ്പായതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അല്ലാതെ എന്താ പറയുക, ഞാൻ ആദ്യം പൾസ് ആയിട്ട് ആക്കിയിട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് വീതം ആക്കിയ സമയത്ത് അത് കുറച്ച് ക്രീമായിട്ട് വരുന്ന പോലെ തോന്നി. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ. ഒരു 2 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ട് തുറന്ന് നോക്കുമ്പോഴാണ് വെള്ളമായിട്ട് കണ്ടത്. അപ്പോൾ പിന്നെ അതവിടെ നിർത്തി വെച്ചിട്ട് ഇനി രണ്ടാമത് കുറച്ച് നേരം കൂടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ കേക്ക് തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം. അത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിലും ആദ്യത്തെ കേക്ക് പരീക്ഷണം ആനിവേഴ്സറിക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയതാണ്. കുറേ വീഡിയോ കാണലും നോട്ടുണ്ടാക്കലും. അപ്പോൾ പകുതി പണി രാത്രി കൊണ്ട് കഴിയുകയും ചെയ്തു. ബാക്കി ഇന്ന് ചെയ്തപ്പോൾ അത് ഇങ്ങനെയായി. വേളി കഴിഞ്ഞിട്ട് ഏട്ടൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീമും കൊണ്ടാണ് വന്നത്. ഞങ്ങളെ കൂട്ടാതെ സദ്യ കഴിക്കാൻ പോയതല്ലേ. ഐസ്ക്രീമെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ സ്വഭാവം എന്ന് മൂപ്പർക്ക് അറിയാം. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഏട്ടൻ മോളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഗ്യാസ് സ്റ്റൗവെല്ലാം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞങ്ങൾ അടുക്കളയിലാണ് ഉള്ളതെന്ന്. വിപ്പിംഗ് ക്രീമിൻ്റെ പരിപാടി ഏട്ടനെ കൊണ്ട് കൂടെ നോക്കിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ അഥവാ അത് സെറ്റാക്കാൻ പറ്റിയാലോ. ഏട്ടൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഏട്ടൻ വൈകുന്നേരം ആയപ്പോൾ പൂജയ്ക്ക് പോയി. ഏട്ടൻ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കോലാല സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട്.
8:30 ആയപ്പോഴേക്കും ഏട്ടൻ വന്നു. ഞങ്ങൾക്കുള്ള ഡിന്നറും കേക്കും വാങ്ങിക്കൊണ്ടാണ് വന്നത്. ചപ്പാത്തി, പൊറോട്ട, പനീർ ബട്ടർ മസാല, ഗോബി 65 ഇതൊക്കെയായിരുന്നു ഡിന്നർ. എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഏട്ടൻ പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ മോനും മോളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ദിവസങ്ങളിലൊക്കെ ഏട്ടൻ ഇപ്പോൾ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഇത് ഏട്ടൻ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. നമ്മളെ കേക്കിൻ്റെ പണി തീർന്നില്ലല്ലോ. ക്രീമിൻ്റെ കൂടെ പരിപാടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഏട്ടൻ കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്ത് ഇന്ന് തൃപ്തി അടഞ്ഞു. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി കേക്ക് കഴിക്കാൻ യോഗമല്ല. ഇത് ആനിവേഴ്സറിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. ആനിവേഴ്സറിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെയുള്ള കേക്ക് മുറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഏട്ടനെ കൊണ്ട് തലേന്ന് വാങ്ങിപ്പിച്ചു. ആനിവേഴ്സറിൻ്റെ തലേന്ന് തന്നെ ഞാൻ കേക്കിനുള്ള പരിപാടി തുടങ്ങുകയും ചെയ്തു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായിട്ട് വേണം വെറ്റ് മിക്സറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. മിക്സ് ആക്കുന്നതിനിടയ്ക്കാണ് ഒരു കാര്യം മറന്നുപോയത്. നമ്മൾ ഇത് വെക്കുന്നതിന് മുന്നേ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം കുക്കർ ഒരു 10 മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഗാസ്കറ്റും വിസിലും ഊരി വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ. ബാറ്റർ അതിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ പാത്രം ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒന്നുകിൽ ബട്ടർ പേപ്പർ വെക്കണം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ആദ്യം അതിൽ ബട്ടർ പുരട്ടുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ കുടഞ്ഞു കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. പാത്രത്തിൻ്റെ അളവിൽ ബട്ടർ പേപ്പർ മുറിച്ചിട്ട് അത് അതിൽ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ബട്ടർ പുരട്ടി അതിൻ്റെ മേലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് എക്സസ് ആയിട്ടുള്ള മൈദപ്പൊടി കൊട്ടിക്കളഞ്ഞു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുക. ബാറ്റർ ഇങ്ങനെ ടൈറ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ആ ബാറ്റർ ഒരു ഈർക്കിൽ കൊണ്ടെങ്ങാനും ഇങ്ങനെ വരഞ്ഞത് എല്ലായിടത്തും ഒരുപോലെ ആക്കുകയാണ് വേണ്ടത്. എടുക്കാൻ പഠിച്ചിട്ട് ഞാൻ സ്പൂണോട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടു. പിന്നെ ഒരു 20-30 തവണയൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ സ്റ്റാൻഡില്ലെങ്കിൽ ഒരു കിണ്ണം പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കേണ്ടത്. ബാറ്ററുള്ള പാത്രം ഡയറക്റ്റ്ലി കുക്കറിൽ വെക്കാൻ പാടില്ല. മുപ്പത് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു നോക്കുമ്പോൾ സംഭവം വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വൃത്തിയായി. എന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, അത് വെന്തോ. ടൂത്ത് പിക്കോ ഒരിക്കലോ എടുത്തിട്ട് കുത്തി നോക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ആയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് കുക്കായി എന്നാണ്. ഇനി അത് തണുക്കാൻ വെക്കണം. അത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ചായ വെച്ച് കുടിക്കാൻ വിചാരിച്ചിട്ട് ചായ തിളപ്പിച്ചു.
ഞാനൊരു 40-45 മിനിറ്റ് എങ്ങാനാണ് വെച്ചത്. അത് കുറച്ചധികമായി പോയി. അത് ഏട്ടനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ മുകൾ ഭാഗം ഒരു കുഴപ്പമില്ല, സോഫ്റ്റായിരുന്നേ, കണ്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അടിഭാഗം ചെറുങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റി കളയാൻ വിചാരിച്ചു. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, ചെറിയൊരു ഭാഗം മാത്രം, എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കത്തി കൊണ്ട് മുറിക്കാൻ നോക്കിയപ്പം അതങ്ങനെ കറക്റ്റ് ലെവലായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടനെ ഹെൽപ്പിന് വിളിച്ചു. ആ രീതിയിൽ കട്ട് ചെയ്യാൻ ഏട്ടനും പറ്റില്ല എന്ന് മനസ്സിലായപ്പം അത് കൈ പിടിച്ചിട്ട് ഇപ്പോൾ കാണുന്നില്ലേ, അതേപോലെ പിടിച്ചിട്ടാണ് ഏട്ടൻ കട്ട് ചെയ്ത് തന്നത്. കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ, അപ്പോൾ അത് അടിയിൽ ചെറിയൊരു കരിഞ്ഞ വന്നല്ലാണ്ട് വലിയ അധികം കരിഞ്ഞു പോയിട്ടുമില്ല, വേവാണ്ടായിട്ടുമില്ല. കരിഞ്ഞ ഭാഗം ഏട്ടൻ കുറച്ചായിട്ട് അങ്ങനെ പോക്കി തന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് കഴിക്കാനില്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, വേറെ ആർക്കും കൊടുക്കുന്നൊന്നുമില്ലല്ലോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ഐസിൻ്റെ കട്ട ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നൊക്കെയാണ് യൂട്യൂബിൽ കണ്ടത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചു. കുറേ നേരം ഇങ്ങനെ ആക്കിയപ്പം അത് തിക്കായിട്ട് വരുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് അത് തിക്കാവുന്നില്ലായിരുന്നു. ഞാൻ കുറേ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പിന്നെയും നോക്കി. അങ്ങനെ ഏട്ടൻ കുറച്ച് നേരം ഇങ്ങനെ ആക്കിയപ്പോൾ അതാ ഇപ്പോൾ കാണുന്ന പോലെ ഈ പരുവത്തിലായി. സത്യം പറഞ്ഞാൽ ഈ പരുവം പോരാ. കേക്കിൻ്റെ മേലെ ഈ പരുവത്തിലാക്കിയിട്ട് കാര്യമല്ല, പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകും. അപ്പം അതൊന്നും പോരാ. പിന്നെ കുറേ നേരം ട്രൈ ചെയ്തിട്ട് മടുത്തത് കൊണ്ട് ആ പരിപാടി ഞങ്ങൾ നിർത്തിയതാണ്. ഇനി ഉള്ളത് വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. വേറെ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഇനി നമ്മൾ ബീറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബീറ്റർ വന്നിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വിപ്പിംഗ് ക്രീം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഒരു ബ്രഷ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് എടുത്തിട്ട് ഈ നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അധികം ആവാൻ പാടില്ല, ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് ആദ്യം തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ബ്രെഡിൻ്റെ മേലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ നമ്മളാക്കി വെച്ച വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ അടുത്ത ലെയർ വയ്ക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് അതിൻ്റെ മേലെ ആക്കുക. പിന്നെ അതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ ഇനിയും പീസ് മുറിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് മേലെ വയ്ക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഷുഗർ സിറപ്പ്, അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം, അതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസ്. നട്ട്സോ ചോക്ലേറ്റ് പീസസോ ഒക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നല്ലോണം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക. ഇതിപ്പം കേക്കിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചക്കറി കരിയുന്ന കത്തി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ലെവലാക്കാൻ നോക്കുന്നത്. ഇതുകൊണ്ട് ലെവലാവുമായിരിക്കും, പക്ഷേ ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിലല്ലാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്മൂത്തായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പുരട്ടി വെച്ചു എന്നല്ലാതെ ശരിക്കും ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല മിനുസായിട്ട് വരണ്ടേ. ഞാൻ പരമാവധി നോക്കി, പക്ഷേ ആ ക്രീം കുറച്ചും കൂടെ കട്ടിയാവാനുണ്ടായത് കൊണ്ട് അത്ര കട്ടിയിൽ ക്രീം നമുക്ക് കിട്ടിയില്ലല്ലോ, ബീറ്റർ ഇല്ലാത്തതുകൊണ്ട്. അപ്പം പകുതി ആയപ്പം നിർത്തിയതല്ലേ, അതുകൊണ്ടിത് നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് അങ്ങ് സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്യാനൊന്നും ആവുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു. രാത്രിയായിരുന്നു ആ പണിയൊക്കെ. അങ്ങനെ രാത്രി അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു, ഫ്രീസറിലേക്ക് വെച്ചു. എന്നിട്ട് രാവിലെ ആയപ്പം ഇതിങ്ങനെ എടുത്ത് നോക്കി. വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, ക്രീമൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കേക്ക് കട്ട് ചെയ്ത്. മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ മുഖത്തുനിന്ന് നല്ലതെന്നുള്ള അഭിപ്രായവും ചീത്ത എന്നുള്ള അഭിപ്രായവും മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സ്വയം പൊക്കി എന്ന് നിങ്ങൾ പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, സംഭവം കൊള്ളായിരുന്നു. സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ, എന്നിട്ട് ഇത്ര മോശമില്ലാത്ത രീതിയിലൊക്കെ വന്നില്ലേ.
അങ്ങനെ ആനിവേഴ്സറി വ്ളോഗാണ് ഉദ്ദേശിച്ചതെങ്കിലും ആദ്യത്തെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗായിട്ട് മാറിയോ എന്നൊരു സംശയം. എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.